തളർന്ന് നിന്റെ മനസ്സിനെ മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. യേശു പുരുഷാരത്തെ കണ്ടിട്ട് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിയവരും ചെതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിഞ്ഞു. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇന്ന് കരയുന്ന നിങ്ങൾ ചിരിക്കും. സകലവും പ്രതികൂലമാകുമ്പോഴാണ് മനസ്സ് പൂർണ്ണമായി തളരുന്നത്. ഇനി ആശയ്ക്ക് ഒരു വഴിയുമില്ല എന്ന് തളർന്ന മനസ്സിൽ നിന്ന് നാം പറയുമ്പോൾ, ആ തളർന്ന മനസ്സിനെ കണ്ട് ഒരിക്കലും യേശു മറികടന്നു പോകുന്നില്ല. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ അതികാലത്തെ യേശുവിൻ്റെ കല്ലറക്കലെത്തി കരഞ്ഞുകൊണ്ട് നിന്നു. ആ തളർന്ന മനസ്സിനെ കണ്ട് യേശു ഒരിക്കലും മറികടന്നു പോയില്ല. അതുകൊണ്ട് തളർന്ന താങ്കളുടെ മനസ്സിനെ മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. ദൈവമേ, നിലവിളി കേൾക്കണേ, എൻ പ്രാർത്ഥന ശ്രവിക്കണേ. ആരെക്കാളും നിന്നെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. അറിവിലും പരിചയത്തിലും മറ്റുള്ളവർ നമ്മെ അറിയുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെയും ജനനം മുതലുള്ള കാര്യം പൂർണ്ണമായി അറിയുവാൻ ആർക്കും കഴിയുകയില്ല. മോശയോട് ദൈവം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന പക്ഷപാതക്കാരനെ ആരെക്കാളും കൂടുതൽ മനസ്സിലാക്കുവാൻ യേശുവിനെ കഴിഞ്ഞുള്ളൂ. വിടുതലിൻ്റെ സമയത്ത് കുളത്തിൽ ഇറക്കേണ്ടതിന് അവനെ സഹായിപ്പാൻ, അവനെ മനസ്സിലാക്കുവാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ആരെക്കാളും അവനെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിഞ്ഞു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ആരെക്കാളും താങ്കളെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. തകർന്ന നിന്നെ യേശു താങ്ങും. സകലതും തകർന്ന ഇയ്യോബിനെ ദൈവം താങ്ങി. അതുപോലെ ഭൂമിയിൽ ഒരു വ്യക്തിയും തകർന്നിട്ടില്ല. വിരുന്നു വീട്ടിലടിച്ച കൊടുങ്കാറ്റ് തലമുറയെ തകർത്തു. തൻ്റെ സമ്പത്തെല്ലാം അപഹരിക്കപ്പെട്ടു. സ്വന്തം ശരീരം രോഗത്താൽ ബാധിക്കപ്പെട്ടു. തൻ്റെ പ്രിയ ഭാര്യ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരണ നൽകുന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. തൻ്റെ മാനം നിന്നയായി. ബഹുമാനിച്ചവർ അപമാനിച്ചു. താങ്ങേണ്ടവർ തളർത്തി. ആശ്വസിപ്പിക്കേണ്ടവർ വേദനിപ്പിച്ചു. 37 അധ്യായങ്ങൾ വരെ ഇയ്യോബിനോട് ദൈവം സംസാരിച്ചതായി കാണുന്നില്ല. ദൈവത്തിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റുവാൻ തക്കവണ്ണമുള്ള തകർച്ചയാണ് സാത്താൻ ഒരുക്കിയത്. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നുള്ളത് ദൈവം താങ്ങിയതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. ഇയ്യോബിനെ നിലനിർത്തിയവൻ താങ്കളെയും നിർത്തും. ധൈര്യപ്പെടൂ, തകർന്ന് നിന്നെ യേശു താങ്ങും. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയാത്ത വ്യക്തിയാണോ താങ്കൾ? സ്വയപരിശ്രമം കൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയൂ. പാമ്പിൻ്റെ പുറന്തൊലി വർഷം തോറും ഇളകാറുണ്ട്, എന്നാൽ അതിൻ്റെ വിഷം ഇളകാറില്ല. സ്വന്തം ശക്തിയാലുള്ള ജീവിതമാറ്റം ഭാഗികമായിരിക്കും. നാം താലോലിക്കുന്ന ദുസ്വഭാവങ്ങൾ നമ്മെ നശിപ്പിക്കും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു ഉള്ളിൽ വരുമ്പോൾ ജീവിതം പൂർണ്ണമായി മാറും.